വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വിനായകരുടെ, അതായത് ഗണപതിയുടെ ഒരു ചെറിയ കഥ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പൂജാമുറിയിൽ വിഗ്രഹങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ. പലതരത്തിലുള്ളതായിരിക്കും. ചിലവർക്ക് ഇഷ്ടപ്പെടുന്നത് കൃഷ്ണനായിരിക്കും, കണ്ണൻ, ചിലവർക്ക് ഉണ്ണിക്കണ്ണനായിരിക്കും, ചിലവർക്ക് വിഘ്നേശ്വരനായിരിക്കും, ചിലവർക്ക് മഹാദേവനായിരിക്കും. അതങ്ങനെ ഓരോരാളുടെ ഇഷ്ടം പോലെ ഇരിക്കും. എന്നാലും ശിലകൾ ഉണ്ടാവാറ് വളരെ കുറവാണ്. നമ്മൾ പ്രത്യേകിച്ച് പറയപ്പെടുന്നത് ശിലകൾ, അതായത് ഭഗവാന്റെ ശിലകൾ ഉണ്ടാവില്ലേ, അത് നമ്മൾ വീട്ടിൽ വെച്ച് ആരാധിക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. അത് എല്ലാവരും അതുപോലെ ചെയ്യണം എന്നില്ല. അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച്. അപ്പം ഞാൻ വിഗ്രഹം വെച്ച് അങ്ങനെ പൂജിക്കാറില്ല. പക്ഷെ വിനായകരുടെ വിഗ്രഹം അത് വെള്ളരിക്കിൽ കിട്ടിയത് കൊണ്ട് മാത്രം ഞാൻ വാങ്ങി നമ്മുടെ പൂജാമുറിയിൽ വെച്ച് പൂജിക്കുകയാണ്. ഇത് വെള്ളരിക്ക് വിനായകർ എന്ന് പറയും. അതായത് നമ്മുടെ എരിക്കും പൂവില്ലേ, നമുക്ക് പലതരം ഔഷധമാണ് എരിക്കും പൂവ്. എരിക്കും പൂവും എരിക്കിൻ്റെ ഇലയും അതിൻ്റെ എന്താ പറയുക പാലും അതുപോലെ അതിൻ്റെ വേരും തണ്ടും എല്ലാം ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് എരിക്ക്. അപ്പോൾ ആ എരിക്കിൻ്റെ വേരുകളിൽ എന്ന് പറഞ്ഞാൽ വലിയ കനമുള്ള വേരുകളിൽ വെച്ചുണ്ടാക്കുന്നതാണ് ഈ വിനായകരുടെ ഈ രൂപം. അതിപ്പോൾ വെള്ളരിക്കിൽ കിട്ടണം വിനായകരുടെ രൂപം എന്ന് പറയപ്പെടും. അത് നമ്മളെ വീട്ടിലേക്ക് വളരെ ഐശ്വര്യപ്രദമാണ്, സുഭിക്ഷം തരും എന്നാണ് പറയപ്പെടുന്നത്. വേറെ ഒരു വിഗ്രഹവും വെള്ളരിക്കൽ ഞാൻ കാണാൻ അത് വലിയ ഉണ്ട് കേട്ടോ, ഉണ്ടാക്കി വിൽക്കണുണ്ട്. എന്നാലും വെള്ളരിക്കൽ വിനായകർ എന്ന് പറയുന്നത് വളരെ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ കിട്ടാറില്ല അധികം, വളരെ എക്സ്പെൻസീവുമാണ്. അപ്പോൾ കിട്ടിയ സമയത്ത്, എനിക്ക് കിട്ടിയതൊരു ചെറുതാണ് കേട്ടോ. അപ്പോൾ കിട്ടിയ സമയത്ത് ഞാനത് വാങ്ങി വെച്ചു. അപ്പം ഞാനത് വാങ്ങി വെച്ചത് മാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. വീട്ടിലായിരുന്നു ആദ്യം. അപ്പം ഞാൻ ബഹ്റൈനിലായതുകൊണ്ട് വരുന്ന സമയത്ത് ഞാൻ എടുക്കുകയും കൂടെ ചെയ്തു. ഇതെനിക്ക് വളരെയധികം പോസിറ്റീവ് എനർജി നൽകിയൊരു കാര്യമാണ്. അപ്പം അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പം പലതരം വിഗ്രഹങ്ങളുണ്ട്. ഞാൻ കണ്ണൻ്റെ പ്രിയപ്പെട്ട ഒരു ഭക്തയാണ്. അപ്പോൾ കണ്ണൻ്റെ വിഗ്രഹം എനിക്ക് വീട്ടിൽ വെക്കണം എന്ന് നിർബന്ധമാണ്. എനിക്കത് വെച്ചേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു വാക്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഗണപതിക്ക് ആദ്യം വെക്കണം, അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്ന്. നമ്മൾ ഏതൊരു വഴിക്ക് ഇറങ്ങുമ്പോഴും മഹാഗണപതിക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥന പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടാനുണ്ടെങ്കിൽ മാത്രമല്ല കേട്ടോ ഭക്തി ഉണ്ടാവുക. അപ്പോൾ എന്ത് കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോഴും വിനായകരെ മനസ്സിൽ വിചാരിക്കണം, അതായത് ഗണപതി ഭഗവാനെ മനസ്സിൽ സ്തുതിക്കണം എന്നാണ് പറയപ്പെടുന്നത്. അത് പരിപൂർണ വിജയം നമുക്ക് തരും എന്നാണ് വിശ്വാസം. അപ്പോൾ എന്ത് പറഞ്ഞാലും ഗണപതി ഒരു ആദ്യം നമിക്കണം, ആദിവന്ദിതനാണ് ഗണപതി. അപ്പോൾ ആദ്യം നമിക്കേണ്ടത് ഗണപതിനെയാണ്. നമ്മൾ അമ്പലത്തിൽ പോയാലും എവിടെ പോയാലും ആദ്യം വന്ദിക്കേണ്ടത് ഗണപതിയെയാണ്, അതറിയാലോ. അപ്പം അതുപോലെ കിട്ടിയ ഒരു ശിലയാണ് എൻ്റെ അടുത്തുള്ളത്. ശില അല്ല, എരിക്കിൻ്റെ ഒരു വിഗ്രഹം. അപ്പം അതങ്ങനെ കിട്ടിയ ഒരു സമയത്താണ് ഞാനിത് വാങ്ങിയിട്ട് വെച്ചത്. റെയറായിട്ടേ ഇത് കിട്ടാറുള്ളൂ എന്ന് കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെ തരത്തിൽ എനിക്കൊരു വിഗ്രഹം കിട്ടിയപ്പോൾ ഞാൻ വാങ്ങി വെച്ചു കേട്ടോ. അപ്പം കണ്ണൻ്റെ വിഗ്രഹമൊക്കെ വീട്ടിൽ ഒരുപാടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഫോട്ടോ ആയിട്ട് മാത്രമേ വെക്കാറുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.